റളിയല്ലാഹു അൻഹു. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ സമ്മതിച്ചു. അല്ലാഹു സിദ്ദീഖിന്റെ മനസ്സിന് കൊടുത്തത് വലിയ വെളിച്ചമാണെന്ന് പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. എന്തുകൊണ്ട്? അന്നങ്ങനെ ഒരു തീരുമാനമില്ലായിരുന്നുവെങ്കിൽ, ആ സമയത്ത് സമൂഹത്തിന്റെ ഛിദ്രതയെ ഭയന്ന് സകാത്ത് കൊടുക്കപ്പെടുന്നതിനെതിരായ തീരുമാനത്തെ അംഗീകരിച്ചു പോയിരുന്നുവെങ്കിൽ, ഇസ്ലാമിക ഖിലാഫത്തിന് ഹബീബായ റസൂലിന് ശേഷം പിന്നെ സകാത്ത് കൊടുക്കേണ്ടി വരില്ല, അത് നിർബന്ധമില്ല എന്ന് ഉമ്മത്ത് മുഴുവനും പാസാക്കുന്ന ഒരു നിയമമുണ്ടാകുമായിരുന്നു. കർമ്മശാസ്ത്ര നിയമങ്ങളെ പോലും സ്വാധീനിക്കുന്ന നിയമമായിരിക്കും ആ നിയമം. ആ നിയമം വന്നാൽ പിന്നെ ഒരിക്കലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അങ്ങനെ സകാത്ത് പിരിക്കാനുള്ള അവകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. കാരണം ഇത് ഉമ്മത്തിന്റെ ഏറ്റവും ഉന്നതരായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും അതോടൊപ്പം തന്നെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബത്തും കൂടി എടുക്കുന്ന തീരുമാനമാണ്. അങ്ങനെ തീരുമാനമുണ്ടാകുന്നത് പിന്നീട് വരുന്ന അനന്തര പ്രശ്നങ്ങളെ നോക്കിക്കണ്ട ഫുഖഹാക്കൾ പറയുന്നുണ്ട്, ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തീരുമാനം എത്രമേൽ ചരിത്രപരമായ ഒരു ശരിയായിരുന്നു എന്നത്. അതുപോലെ തന്നെയാണ് SKS എടുത്ത തീരുമാനം. എന്തുകൊണ്ടെന്നാൽ SKS സനദില്ലാത്ത ഈ മുടി അംഗീകരിക്കുന്നോടത്ത് മിണ്ടാതെ നിന്നിരുന്നുവെങ്കിൽ നാളെ സകല പെട്ടിക്കടകളിലും മുടി വരുമായിരുന്നു. ആ മുടിയൊക്കെ സനദില്ലാതെ അംഗീകരിക്കുകയും അതൊക്കെ തൊട്ടുമുട്ടുകയും ചെയ്യേണ്ട ഗതികേട് മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കുമായിരുന്നു. അതൊരു അനിവാര്യമായ വിഷയം. പണ്ഡിതന്മാരും പണ്ഡിത സംഘടനകളും അതിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും അത് സംബന്ധമായി ഒന്നും മിണ്ടിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. SKS അത് മിണ്ടാതിരുന്നാൽ, അത് സംബന്ധമായി യാതൊരു വിഷയവും പറയുന്നില്ലെങ്കിൽ, അവിടെ വന്ന സനത് അത് ആർക്കും വിശ്വസിക്കാനാവില്ല എന്നതുകൊണ്ട് അത് മാറ്റി പറയും. ചില ആളുകളെങ്കിലും മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമിയോ ആയിപ്പോ. ഇപ്പോ തന്നെ ഞങ്ങൾ അതിൽ തുടങ്ങിയത് മറ്റുള്ളവർക്ക് തുടങ്ങാൻ തന്നെ സ്കോപ്പില്ലാതെ പോയി. അവരവസാനം പറഞ്ഞതെന്താ? നദുവത്തുൽ മുജാഹിദീൻ തന്നെ ലഘുലേഖ എഴുതിയത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി അത് ആദരപൂർവ്വം കാണുക എന്നത് വിശ്വാസികളുടെ ഭാഗമായിട്ടുള്ള അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നബി തിരുമേനിയുടെ മുടിയാണെങ്കിൽ ആദരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് കൃത്യമായ സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്ത് കേരള നദുവത്തുൽ മുജാഹിദീൻ ലഘുലേഖ എഴുതി. അതേ തരം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ, നിങ്ങൾ ആലോചിക്കൂ, ആലുവയിൽ ഒരു കള്ളത്തരീഖത്തുകാരനും മുടിയുണ്ട്, കുറ്റ്യാടിയിൽ വേറൊരാൾക്ക് മുടിയുണ്ട്, വേറെ പലയിടങ്ങളിലും അങ്ങനെ മുടി കാണുന്നുണ്ട്. സകല ശൈഖന്മാരും മുടിയായി ഇറങ്ങിയാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ആകെ കുഴങ്ങും. ഇവിടെയാണ് ഞങ്ങൾ ചോദിച്ചത്, പ്രമാണമുണ്ടോ മുസ്ലിയാരെ? അപ്പൊ ആദ്യം പ്രമാണം ദാന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങനെ കാട്ടിയിട്ട് വീശി, പിന്നെ പറഞ്ഞു അതിരേഖയുള്ളൂ, അത് അബുദാബിയിലാണെന്ന് പറഞ്ഞു, പിന്നെ നീ സനത് വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്നു. ഇപ്പോ ആരും ഒന്നും മിണ്ടണില്ല. കോഴിക്കോട്ടെ ടാഗോർ ഹാളിൽ വെച്ച് ഈ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ വെച്ച പരിപാടി കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ആ ചോദ്യം വളരെ ആധികാരികതയോടെ വീണ്ടും ചോദിക്കുന്നു. AP അബൂബക്കർ മുസ്ലിയാർ സമ്മതിച്ചല്ലോ ഞങ്ങൾക്ക് കിട്ടിയ മുടിയും നിങ്ങൾക്ക് കിട്ടിയ മുടിയും ഒരു സ്ഥലത്താണ് എന്ന്. എങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ സവിശേഷതകൾ ചരിത്രത്തിൽ മുദ്രിതമാണ്, കിതാബുകളിൽ പറയപ്പെട്ടതാണ്, സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ തന്നെ എഴുതിയ പുസ്തകത്തിലും പറഞ്ഞു വെച്ചതാണ്. അതൊക്കെ വച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നിഷ്പക്ഷരായ മധ്യസ്ഥന്മാരെ വിളിക്കാം. സമൂഹത്തിൽ അംഗീകാരമുള്ള ആളുകളെ മുന്നിൽ നിർത്താം. ഞങ്ങളുടെ കയ്യിലുള്ളതും നിങ്ങളുടെ കയ്യിലുള്ളതും കൊണ്ടുവന്നിട്ട് ആധികാരികമായി പരിശോധിക്കാൻ ധൈര്യം കാട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ? തയ്യാറുണ്ടെങ്കിൽ SKS തയ്യാറാണ്. ഞങ്ങൾ ആ മുടിയുമായി ഇത് പരിശോധിക്കാൻ നിങ്ങളുടെ വ്യവസ്ഥയും ഞങ്ങളുടെ വ്യവസ്ഥയും അംഗീകരിക്കുന്ന വിധം നല്ല നിഷ്പക്ഷരായ മധ്യസ്ഥന്മാരുടെ മുമ്പിൽ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങളത് പരിശോധിപ്പിക്കാം. ന്യൂനതകൾ ഞങ്ങളുടെ മുടിക്കുണ്ടെങ്കിൽ സമ്മതിച്ചേ പറ്റൂ. കാരണം അതേ ന്യൂനത നിങ്ങളുടെ മുടിക്കും ഉണ്ടാകണം. ന്യൂനതയുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. ന്യൂനത ശക്തമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് സാഹചര്യം വരും, വിശദീകരിക്കാം. അള്ളാഹു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിഷയകമായി ഇനിയും കൃത്യമായ അതിന്റെ ക്ലിപ്പിങ്ങോടുകൂടെ കാര്യങ്ങൾ പറയാൻ പറ്റിയ യോഗ്യരായ പണ്ഡിതന്മാരോട് വന്നിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എന്റെ സമയം മാറ്റിവെക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 8 മുതലക്കുളം മൈതാനത്ത് ഇത് സംബന്ധമായ പ്രക്ഷോഭ മഹാസമ്മേളനത്തിൽ 10,000 കൂടെ കൈപ്പമംഗലത്ത് പഠിച്ചുകൂടിയ എന്റെ ഈ പ്രവർത്തകരും ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള പരിപാടികൾക്ക് ഊർജിതപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. അതോടൊപ്പം മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമ്മുടെ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ 85 വർഷത്തിന്റെ മഹാസമ്മേളനം വരാനിരിക്കുന്നു. ആ മഹാസമ്മേളനം വിജയിപ്പിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക്
നിങ്ങൾ ഇതേ വേഗവും ഇതേ ആവേശവും ഇതേ ഊർജ്ജസ്വലതയും കാട്ടണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതപരിഷ്കരണത്തിന്റെ പേര് പറഞ്ഞ് കേരളീയ മതേതര സമൂഹത്തിന്റെ മുമ്പിൽ മതപരിഷ്കരണത്തിന്റെ പേര് പറഞ്ഞ് കേരളീയ മതേതര സമൂഹത്തിന്റെ മുമ്പിൽ മതതീവ്രവാദത്തിന്റെ വിഭിന്ന സ്വരവുമായി കടന്നുവന്ന് അനൈക്യത്തിന്റെ വിത്ത് വിതച്ച് പാശ്ചാത്യ സാനിസ്റ്റ് കുബുദ്ധികളുടെ ചെറുപ്പുകാക്കികളായി മാറിയ തീവ്രവാദ ഭീകരവാദ കക്ഷികളുടെ കുതന്ത്രങ്ങൾക്ക് നേരെ സാമുദായിക ഐക്യത്തോടെ സത്യസന്ദേശ പ്രചരണത്തിന്റെ മുന്നണി പോരാളികളായി എത്ര പതിറ്റാണ്ടിന്റെ കർമ്മവീര തെളിയിച്ച സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ ധീരനായ പ്രവർത്തകൻ കക്കുപ്പടി ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമാധിന്റെതായ ഉസ്താദ് മൽതഖഫുൽമുഖം പ്രിയങ്കരനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, കേന്ദ്രങ്ങൾ പ്രിയങ്കരനായ കൃഷ്ണൻ, അഭിനയ ജാഗ്രതി, മറ്റു വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, രക്ഷിതാക്കളെ, കേസിന്റെ കർമ്മോത്സവരായ പ്രവർത്തനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സാലിഹായങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ട, നമ്മെ സഹായിച്ച, നമ്മെ സ്നേഹിച്ച, നമ്മോട് സഹകരിച്ച, കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്ന് മരണപ്പെട്ടു വിട്ട അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരികേശ ചൂഷണത്തിനെതിരെ ബഹുജന പ്രക്ഷോഭ സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയങ്കരനായ നാം എല്ലാം കാത്തിരിക്കുന്ന ഇസ്മായിൽ സക്കാഫി സാർ അവിടെയുണ്ട്, ജാബിർ ഹുദവിയുമുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പായി, ഏറ്റവും വലിയ ചൂഷണമായി ഇന്ന് മാറിയിരിക്കുന്ന, ഏറ്റവും വലിയൊരു വ്യവസായമായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് കാന്തപുരത്തിന്റെ കൈവശമുള്ള ആർക്കേഷ്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു പ്രത്യേകതരം ബോർഡ് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരികേശ സൂക്ഷിപ്പിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു കേശം സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു കേന്ദ്രം പണിയുന്നെന്ന് പറഞ്ഞിട്ട്. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു ചാനൽ, ആ ചാനലിന്റെ റിപ്പോർട്ടർ കാന്തപുരവുമായിക്കൊണ്ട് അഭിമുഖം നടത്തിയപ്പോൾ കാന്തപുരത്തിനോട് ചോദിച്ചു, ഒരു കേശം വെക്കാനാണോ നിങ്ങൾ ഇത്ര വലിയ കെട്ടിടമുണ്ടാക്കുന്നു ചോദിക്കുമ്പോൾ കാന്തപുരത്തിന്റെ മറുപടി, അതൊരു കേശം വെക്കാനുള്ള പള്ളിയല്ല, പിന്നെയോ നിസ്കരിക്കാനുള്ള പള്ളിയാണ്. പക്ഷെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും നാം ചെല്ലുമ്പോൾ കാണുന്ന ബോർഡെന്താ? തിരികേശ സൂക്ഷിപ്പിന് ഒരു ഉത്തമ കേന്ദ്രം. പിന്നെന്തിനാണ് ഇത്ര വലിയ പള്ളി എന്ന് ചോദിക്കുമ്പോൾ പറയും, അവിടെ മുടി ഉണ്ടാകുമ്പോൾ മുടി കാണാൻ കുറെ ആളുകൾ വരില്ലേ, അവർക്ക് നിസ്കരിക്കാനാണ്. അപ്പൊ മുടിക്കാണോ പള്ളി, അതോ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി മുടിയാണോ, എന്താണ് ചോദിച്ചാൽ വ്യക്തമായി മറുപടി തരാൻ കഴിയുന്നില്ല. എത്രത്തോളം റിപ്പോർട്ട് ചാനലിലെ പ്രവർത്തകൻ കാന്തപുരത്തിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഇതൊക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ പൂർവ്വകാല അവസ്ഥ അറിയുന്നത് കൊണ്ടാണ്. ആരെയും പറയുന്നത്? സമസ്തക്കാരനല്ല പറയുന്നത്, വേണു നിങ്ങളെ പറ്റി എനിക്ക് ശരിക്കറിയാം. ഞാൻ ക്ലിപ്പൊന്നും കൂടാൻ ആഗ്രഹിക്കുന്നില്ല, ജാഗ്രതയൊക്കെ പറയുന്നു പ്രതീക്ഷിക്കുന്നു.
നിങ്ങളുടെ പൂർവ്വകാല അവസ്ഥ അറിയുന്നത് കൊണ്ടാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ മാവൂർ റോട്ടിൽ വലിയൊരു പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെറിയൊരു പള്ളി ഉണ്ടാക്കി, വലിയൊരു കോംപ്ലക്സ് ഉണ്ടാക്കി, വലിയ തട്ടിപ്പള്ളി നടത്തി ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ് നിങ്ങളവരെ പറ്റിച്ചതാണ്. അപ്പോൾ വീണ്ടും ചോദിച്ചു, നിങ്ങളുണ്ടാക്കുന്ന പള്ളിയിൽ ആയിരക്കണക്കിന് AC റൂമുകൾ ഉണ്ടാവില്ലേ? അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ പറയാൻ പറ്റില്ല, അത് വിട്ടില്ല. ഒരു AC റൂം ഉണ്ടാവില്ലേ? ഒരു AC റൂം ഉണ്ടോ? ഇപ്പോൾ പറയാൻ പറ്റില്ല. 45 കോടി രൂപ വരുമോ? അത് ചിലപ്പോ വരും. ഒരു പള്ളിക്ക് 45 കോടി വരുമോ? അല്ല, അത് പള്ളി മാത്രമല്ല, പിന്നെന്താണ് ഉള്ളത്? ബാത്റൂമുണ്ട്, ബാത്റൂമിന് 45 കോടി രൂപ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കൂ, എന്തൊരു സമൂഹമാണ്, എവിടേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ വീരവാദങ്ങളാണ് ആ റിപ്പോർട്ട് ചാനലിൽ അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിനോട് ആ ചാനൽ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രത്തോളം ആത്മവിശ്വാസമുണ്ടായത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മറുപക്ഷക്കാർ ചേളാരി സമസ്തക്കാർ കേരളത്തിൽ തീരെ അംഗബലമില്ലാത്തവരാണ്. സമസ്തക്കാരെ പിന്നെ കാര്യമായിട്ടുള്ള അംഗബലമൊക്കെ ഇയാൾക്കാണല്ലോ. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുകയാണ്, ഞങ്ങളുണ്ടായത് കൊണ്ടാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് ജയിച്ചത്. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ലീഗ് ആകെ 2 സീറ്റിലേ ജയിക്കുള്ളൂ. ഏറി വന്ന ഒന്നുകൂടി വെച്ചേരാം 3 സീറ്റ്. മുമ്പരവകരം ഔദാര്യം 1 സീറ്റ് കൂടി. ഇല്ലെങ്കിൽ ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭ കാണുമായിരുന്നു. അതൊക്കെ കാരണം പറയുന്നുണ്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് പോലും ലീഗിന് കിട്ടിയിട്ടില്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് കിട്ടിയില്ല. ഇയാൾ ഏത് കേരളത്തെ കുറിച്ച് പറയണം അല്ലാഹു നമുക്കറിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് 1 സീറ്റും കിട്ടിയില്ല. അപ്പൊ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്യാറുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, പണ്ട് മുതലേ ഞങ്ങൾ UDF-ന് വോട്ട് ചെയ്യാറുള്ളത്. കാരണം LDF അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, പറയാനും കഴിയുന്നുണ്ടല്ലോ ഒരു മനുഷ്യനിങ്ങനെയൊക്കെ. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യാൻ, ഞങ്ങൾ LDF-ന് വോട്ട് ചെയ്യാറില്ല. നമുക്കറിയില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിലും മഞ്ചേരി മണ്ഡലത്തിലും കാന്തപുരം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം പരസ്യമായി പിന്തുണ നടത്തിയത് LDF-നായിരുന്നു. എന്തിനേറെ രണ്ടത്താണിയിലെ ഒരു പ്രവർത്തകനോട് പറയണ്ടായി, അവിടെ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ ദിവസവും കുത്തിവീയത്താണ്. കുത്തിവീയത്തിലെന്താ? പടച്ചോനെ രണ്ടത്താണി വിജയിപ്പിക്കണയല്ല, രണ്ടത്താണി വിജയിപ്പിക്കണയല്ല. മാത്രമേ പത്രം എഴുതിയില്ല വിഷയം. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് തോറ്റപ്പോ പറയാം, ഞങ്ങളങ്ങനെ വോട്ടേ ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിനൊക്കെ തക്ബീർ തല്ലാനും ചെയ്യുന്നു. എന്തൊക്കെ സ്വപ്നങ്ങൾ! ഏറ്റവും കൂടുതൽ കണ്ടില്ല നിങ്ങൾ പുതിയൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. എന്തൊക്കെ സ്വപ്നങ്ങളാ! നമ്മുടെ സ്വപ്നജീവി വീണ്ടും ഒരു സ്വപ്നം പുറത്തോട്ടിരിക്കുക. അതെന്താ? മഹാനായ CM വലിയുള്ളാഹി മഹാനർ വഫാത്തായ സമയം, മഹാനുള്ള ജനാദ കൊണ്ടുപോകുന്ന സമയം അദ്ദേഹം പറയുന്നു, സുബഹിക്കാണ് ഇടിയന്നരിൽ നിന്ന് മഹാനായ മടവൂർ ശൈഖിന്റെ ജനാദ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ ജനാദ കൊണ്ടുപോകുമ്പോ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ മുന്നിലെത്തിയപ്പോൾ ആ വണ്ടിയാണ് നിന്നുപോയി. അതേമാതിരി വണ്ടിയല്ല നിന്നത്, മടവൂര് നിന്നു. പിന്നെ വണ്ടി ചാട്ടാനില്ല. മൂപ്പരഹിക്കാത്ത വണ്ടി ചാട്ടാനില്ല. പിന്നെ 5 മിനിറ്റ് വണ്ടി ചാട്ടാകാതെ അവിടെ നിൽക്കല്ലേ? എന്തെന്നായിട്ടും വണ്ടി ചാട്ടാനില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി ചാട്ടായി. അപ്പൊ എന്താ പ്രശ്നം? മടവൂരിങ്ങനെ അവിടെ എത്തിയപ്പോ ആലോചിച്ചു, പടച്ചോനെ ഞാൻ ഇവിടല്ലേ കിടക്കേണ്ടത്? എവിടെ? മർക്കസ് സഖാഫത്ത് സുന്നിയിൽ. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മടവൂരിനെ ആലോചിച്ചു, ഞാൻ ഇവിടെ കടന്നാൽ ശരിയാവില്ലല്ലോ. എന്താ? ഞാൻ ഇവിടെ കടന്നാൽ ഇവിടെ കടക്കേണ്ട വേറെ ആളുണ്ടല്ലോ, അയാൾക്ക് സ്ഥാനമുണ്ടാകില്ലല്ലോ. സ്ഥലമുണ്ടാകൂലെന്നല്ല, പിന്നെ സ്ഥാനം ഉണ്ടാവില്ലല്ലോ. അത് മടവൂരോട് പോയതാണ്. അതൊക്കെ ക്ലിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് ജാഗ്രതയൊക്കെ ഇടുന്നു പ്രതീക്ഷിക്കും. നിങ്ങൾ ആലോചിച്ച് എന്തൊക്കെ പ്രചാരങ്ങൾ! അസ്രായേൽ വന്നില്ലേ മൂപ്പരെടുത്തേക്ക്? ഇപ്പോ അസ്രായേൽ വന്നു റൂഹ് പിടിക്കാൻ. മൂപ്പരത്ര ഇപ്പൊ പറ്റൂല, ഒരു പള്ളിപ്പണിയുണ്ട്, പള്ളിപ്പണി കഴിഞ്ഞാണ് അസ്രായേൽ തിരിച്ചു. നിങ്ങൾ ആലോചിക്കേണ്ട സഹോദരന്മാർ, ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ദുടുവായിട്ടും വിളിച്ചു പറയുന്ന ഒരു ടീമും അതിന്റെ തക്ബീർ എല്ലാവരും ടീമും എന്തൊരിക്കലും പറ്റിപ്പോയി.
ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വീണനായ ഇസ്മായിൽ സത്താഫ്